എനിക്ക് ചില കമൻസ് വായിച്ചപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നേ തീരുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ കാര്യം നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ കുറേയൊന്നും ശരിയല്ല, എനിക്കിതൊന്നും നടക്കുന്നില്ല, ഞാൻ പലതവണ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല, ചിലത് ശരിയല്ല എന്നൊക്കെയുള്ള ചില കമൻസ് വന്നപ്പോൾ എനിക്കത് വായിച്ചു നോക്കിയപ്പോൾ തോന്നി, ഒരുപക്ഷെ അവർക്ക് അതിൻ്റെ രഹസ്യം ഇനിയും പിടികിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കണം അവരിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് എന്താണ് വലിയ കാര്യങ്ങൾ നമുക്ക് നേടാനുള്ളതിൻ്റെ പിന്നിലെ സീക്രട്ട്, അതാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു പരമമായിട്ടുള്ള സത്യമാണ്, ഞാൻ എന്താണോ അതാണ് ഞാൻ നേടുന്നതും എന്നതാണ്. ഞാനൊരു സീനിയർ ബായിൻ്റെ ക്ലാസ്സിൽ കേട്ടത് ഓർമ്മിക്കും. നിങ്ങൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ, നിങ്ങൾ എന്താണോ അതിനേക്കാൾ കൂടുതൽ ഒരു ലക്ഷ്യം നേടാനോ, നിങ്ങളെന്താണോ അതിനേക്കാൾ കൂടുതൽ അധികം പൈസ സമ്പാദിക്കാനോ നിങ്ങൾക്കാവില്ല എന്ന്. ഹിന്ദിയിൽ പറയും അപ്നി ഔക്കാത് സെ ജ്യാദ ഇൻസാൻ നഹീ കമാത്തെ എന്ന് പറയും. തൻ്റെ നിലയേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ ഒരിക്കലും സമ്പാദിക്കില്ല. തൻ്റെ നില എന്നുദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള സാമ്പത്തിക അവസ്ഥേനെയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ ആധാരമല്ല. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നിങ്ങളുടെ സങ്കല്പത്തിന് അല്ലെങ്കിൽ സ്വപ്നം നേടുന്നതിന് തടസ്സമല്ല. മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ ഡ്രീം സത്യമാക്കുന്നതിന് തടസ്സമല്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരേ ഒരു ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്കൊരിക്കലും നമ്മളെന്താണോ അതിൻ്റെ അപ്പുറത്തൊന്നിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ, അവനവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുക, നമ്മളെ പൂർണ്ണമായിട്ട് പോസിറ്റീവാക്കി മാറ്റുക, നമ്മുടെ പേഴ്സണാലിറ്റീനെ പൂർണ്ണമായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ്റെ മൂഡ് മാറിപ്പോകുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. പലർക്കും വളരെ മോശം അവസ്ഥയിൽ നിന്ന് ഏറ്റവും ഹൈ ലെവലിലെത്തിയ ആൾക്കാരെയും നമുക്ക് കാണാം. ഏറ്റവും നല്ല നിലയിൽ നിന്ന് ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ വന്നവരെയും കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന അവസ്ഥയുള്ളവരെയും കാണാം. മൂന്നും നമ്മൾ കാണാറില്ലേ? 3 ടൈപ്പ് ആളുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന്, ശുഭാപ്തി വിശ്വാസക്കാർ. ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിനെയൊക്കെ പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ട് അതിൽ നിന്നൊക്കെ പാഠം പഠിച്ചുകൊണ്ട് അതിലും വേറൊരു നല്ല കാര്യം എന്താ ഉള്ളത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നവർ. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് സ്വന്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന്, അഥവാ ആ ഒരു വിശ്വാസത്തിൻ്റെ ശക്തിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മാനിഫെസ്റ്റേഷൻ അഥവാ ലോ ഓഫ് അട്രാക്ഷൻ്റെ കീ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ശക്തിയാണ് എന്ന്. നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ത് വിശ്വസിക്കുന്നു അതാണ് എനിക്ക് സത്യമായിട്ട് മാറുന്നത്. ബാഹ്യമായി ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതിലല്ല, ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതിലല്ല, അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഞാൻ എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നെഗറ്റീവായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി അഥവാ നെഗറ്റീവായിരിക്കുന്ന എൻ്റെ വിശ്വാസത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് പോസിറ്റീവായിരിക്കുന്ന ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒരു മനുഷ്യനും പറ്റില്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ടെൻഷനും നിരാശയും വൈരാഗ്യവും, ചില ആളുകളോട് അവരെന്നോട് അങ്ങനെ ചെയ്തവരാണ്, ഇവരെന്നോട് ഇങ്ങനെ ചെയ്തവരാണ്, ഇവരൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറുകയാണ്, എന്നെ ആരും നന്നാവാൻ അനുവദിക്കുന്നില്ല, എല്ലാവരും എന്നെ വിമർശിക്കുന്നു, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സ്വയം നമ്മളെ പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തെ നേടിയെടുക്കാൻ സാധ്യമല്ല. അത് അശുഭ വിശ്വാസങ്ങളാണ്. അഥവാ ശുഭാപ്തി വിശ്വാസത്തിന് നേരെ ഓപ്പോസിറ്റ്, അവർ നിരാശാവാദികളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പെസിമിസ്റ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇംഗ്ലീഷിൽ, നിരാശാവാദി എന്ന് പറയാം. പോസിറ്റീവായി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിമിഷങ്ങൾ, അതിനെന്താ കുഴപ്പം? ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിമിഷം, അതിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പല ഘട്ടങ്ങളിലൂടെയും കടന്നു വന്നിട്ടുണ്ട്. ടൈഫോയിഡിൻ്റെ സമയം അനുഭവിച്ചിട്ടുണ്ട്. ഒരു വലിയ ആക്സിഡൻറ്റിൽ പറ്റി കിടന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. എൻ്റെ മൂക്കിൻ്റെ എല്ല് പൊട്ടിപ്പോയി, കയ്യിൻ്റെ കണ്ണികളിലെല്ലാതും വിട്ടുപോയി, ഇവിടെ എല്ല് ചീന്തിപ്പോയി, നട്ടെല്ല് വളഞ്ഞുപോയി, പിന്നെ കഴുത്തിൽ കശേരുക്കൾ അടുത്ത് പോയി. ഒരു ബസ് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു 2 ആൾ എന്നെ പിടിച്ച് സഹായിക്കണം, എനിക്കണമെന്നുണ്ടെങ്കിൽ 2 ആൾ സപ്പോർട്ട് ചെയ്യണമായിരുന്നു, കഴിക്കണമെങ്കിൽ ആരെങ്കിലും ആഹാരം വായിൽ തരണമായിരുന്നു. ഇങ്ങനെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അത്തരം ഒരവസ്ഥയിൽ നമുക്ക് ഈ ലോകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് നിറവേറ്റാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ആ സമയത്ത് മാനസികമായിക്കൊണ്ട് പൂർണ്ണമായിട്ടുള്ള പോസിറ്റീവ് എനർജി അനുഭവിക്കാൻ, ഈ ദേഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിഡ്രോ ചെയ്തുകൊണ്ട് ഭഗവാന്റെ സാമീപ്യം, ആ മാതാവും പിതാവും, ഞാൻ അന്ന് ഓർത്തത് ഞാൻ ഇപ്പോഴും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്.
ലൗകികത്തിൽ ഒരു കുട്ടിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കുട്ടി നല്ല ഹെൽത്തി ആയിട്ട് ഓടി നടക്കുമ്പോൾ അവൻ ആഹാരം കൊടുക്കും, മോനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും, വന്നു കഴിഞ്ഞാൽ കുട്ടി കളിക്കും, കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, ബാക്കി കുട്ടികൾ അവനവൻ്റെ ലോകത്ത് ജീവിക്കും. പക്ഷേ കുട്ടി സുഖമില്ലാണ്ട് കിടക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കുട്ടിയുടെ അടുത്ത് മാറുകയില്ല. അവന് മരുന്ന് കൊടുത്തു, വെള്ളം കൊടുത്തു നോക്കി. ഞാനന്ന് ഓർത്തിരുന്നു, ലൗകികത്തിൽ അച്ഛനും അമ്മയും ഇത്രമാത്രം സ്നേഹിക്കുമെങ്കിൽ എൻ്റെ ഇങ്ങനൊരവസ്ഥയിൽ ആ പാരലൗകിക മാതാവായിരിക്കുന്ന പിതാവായിരിക്കുന്ന ഭഗവാൻ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടായിരിക്കും. ആ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു നിമിഷമാണ് ഇതെന്ന് ചിന്തിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സമയം ആ ഭഗവാന്റെ സാമീപ്യത്തെ അനുഭവിക്കാൻ വേണ്ടി ശ്രമിച്ചു. 13 മണിക്കൂറുകളോളം ദേഹത്തിൽ നിന്ന് പറന്നുപോയ അനുഭവത്തിൻ്റെ സുഖം ഞാൻ അനുഭവിക്കുന്നത് ആ നിമിഷത്തിലാണ്. അതുകൊണ്ട് ആ രോഗം അവസ്ഥ, ടൈഫോയിഡിൻ്റെ രോഗാവസ്ഥ അല്ലെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ രോഗാവസ്ഥ, അതിനൊക്കെ ഞാൻ ഭഗവാനോട് നന്ദിയാണ് പറയുന്നത്. ആ നിമിഷങ്ങൾ എനിക്ക് തന്നതായിട്ടുള്ള സ്നേഹം, ആ കെയർ, എൻ്റെ കൂടെയുള്ളവരുടെ സ്നേഹം, അവരുടെ സമർപ്പണം, ഭഗവാൻ എന്നെ ഒരു കുഞ്ഞിനെപ്പോലെ തൻ്റെ മടിയിലിരുത്തി താലോലിച്ച അനുഭവം, അതൊക്കെ തരാൻ അഥവാ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും സാധിക്കില്ലല്ലോ. ജീവിതത്തിലെ എല്ലാ തിന്മകളും നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. കടം വന്നേക്കാം, അല്ലെങ്കിൽ മാനം നമുക്ക് നഷ്ടം വരുന്നൊരവസ്ഥ വന്നേക്കാം, അഥവാ അപമാനിതരാകുന്ന അവസ്ഥ വന്നേക്കാം. എന്ത് സംഭവിച്ചാലും സാരമില്ല, ഒന്നുകിൽ കണക്ക് തീർന്നു എന്ന് വിചാരിച്ച് സമാധാനിക്കുക, വലിയ കടം വീടിയെന്ന് വെച്ചാൽ സന്തോഷിക്കുക. അഥവാ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് എന്ത് പാഠം നമുക്ക് പഠിക്കാനുള്ളത് എന്ന് വിചാരിച്ച് ആസ്വദിക്കുക. നമുക്ക് രോഗാവസ്ഥയാണെങ്കിൽ ഭഗവാന്റെ സ്നേഹം അനുഭവിക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ഇങ്ങനെ സന്ദർഭങ്ങളെ, സാഹചര്യങ്ങളെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് പഠിച്ചാൽ ആ സമയത്ത് മനുഷ്യന്മാർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഞാനിങ്ങനെ സുഖമില്ലാണ്ടിരിക്കും, ഒരു മാസം എനിക്ക് അനങ്ങാൻ പോലും പറ്റില്ല. ഓക്കെ, എന്താ പ്രശ്നം? ആ ഒരു മാസം ഞാൻ എന്നെ ഡെവലപ്പ് ചെയ്യാൻ, ഈ ദേഹത്തെ ഡെവലപ്പ് ചെയ്യാനല്ല, ഞാനിതല്ലല്ലോ ഇതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആത്മ, എൻ്റെ ഡെവലപ്മെൻറ്റിനെ, എന്നെ ചാർജ് ചെയ്യാനായിട്ട്, എനർജറ്റിക് ആക്കാനായിട്ട്, പൂർണ്ണമായിട്ട് പവർഫുൾ ആക്കാനായിട്ട്, ജ്ഞാനത്തിൻ്റെ നിധി കൊണ്ട് നിറയ്ക്കാനായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ നമ്മുടെ അവസ്ഥ മാറ്റുകയാണെങ്കിൽ ഏതൊരവസ്ഥയും നമുക്ക് അനുകൂലമാണ്. എന്തെങ്കിലും വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ, സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം, പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാൽ ഒരൊറ്റ കാര്യം ചെയ്യാറ്, മെഡിറ്റേഷൻ്റെ ടൈം കൂട്ടാറുണ്ട്. വല്ലാണ്ട് ഒരു ക്രൈസിസിൽ കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ 8 മണിക്കൂർ മെഡിറ്റേഷൻ തയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ 8 മണിക്കൂർ മെഡിറ്റേഷൻ്റെ 21 ദിവസം തികയും മുന്നേ ആ പ്രശ്നങ്ങളെല്ലാം പൊഴിഞ്ഞു പോയും. അതിനുശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ് അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞറിയിച്ചാൽ തീരില്ല. അത്രയും അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരികയാണ്, ജീവിതത്തിൽ എന്ത് തന്നെ വന്നോട്ടെ, ഇനി ഒന്നുമില്ലാതെ നമുക്ക് സീറോ ആവേണ്ട ഒരു അവസ്ഥ വന്നോട്ടെ, സീറോയിൽ നിന്ന് ഹീറോ ജനിക്കൂ. അതുകൊണ്ട് സീറോയിൽ നിന്ന് ഞാൻ ഹീറോ ആകും എന്ന തോട്ട് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ഞാൻ ചെയ്യണം, ഇങ്ങനെ ആയല്ലോ എന്ന് ചിന്തിക്കരുത്, നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ എന്തിനേയും പോസിറ്റീവിലേക്ക് മാറ്റി ചിന്തിക്കാൻ നമുക്ക് പറ്റും. ഇതാണ് ശുഭാപ്തി വിശ്വാസം. അതുകൊണ്ട് എപ്പോഴും നമുക്ക് സൂപ്പർ ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയാൻ നമുക്ക് വേണം. എന്തോ സംഭവിച്ചോട്ടെ, ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും മാക്സിമം എന്ത് സംഭവിക്കാൻ ഈ ദേഹം അങ്ങ് പോയിരിക്കും, എന്നാലും ഞാൻ എൻ്റെ സന്തോഷം കളയില്ല എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മരിക്കുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് നമുക്ക് മരിക്കാം, സന്തോഷത്തോടെ നമുക്ക് എല്ലാവരോടും യാത്ര പറയാം. അതുകൊണ്ട് ആ ഒരു അവസ്ഥയേക്കാൾ കൂടുതലൊന്നും വരാനില്ലല്ലോ. അതുകൊണ്ട് ഡോണ്ട് വറി, എന്ത് സംഭവിച്ചാലും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴേക്കും, എൻ്റെ അനുഭവം, നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ മനുഷ്യൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴും അതിൻ്റെയും ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് അവർ കണ്ടെത്താൻ ശ്രമിക്കും. അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് നിങ്ങളാരും അങ്ങനത്തെ അവസ്ഥയുള്ളവരല്ല എന്നെ വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ കാണാൻ ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ മാറ്റം കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല എന്നുറച്ച വിശ്വാസം എനിക്ക്. ഇനി മറ്റൊന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ബലൂൺ പേഴ്സണാലിറ്റീസ് എന്ന് പറയും ഞാനതിന്. കാരണം ഒരാൾ ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോയി നെഗറ്റീവ്ലി ചാർജ്ഡായ, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ സംഘത്തിൽ വന്നാൽ അതിൽ ചാർജ്ഡ് ആവും, പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുടെ സംഘത്തിൽ വന്നാൽ അതിൽ ചാർജ്ഡ് ആവും. അതുകൊണ്ട് രണ്ട് ഭാഗത്തും മാറാതെ നമ്മളൊരു സ്റ്റേബിൾ പേഴ്സണാലിറ്റീസ് ആയിരിക്കണം. ചില പാവകളെ കണ്ടിട്ടില്ലേ, പിടിച്ചു വലിച്ചു വളച്ചു വിട്ടാൽ വീണ്ടും വന്നത് നിവർന്ന് നിൽക്കും. അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി, സാഹചര്യങ്ങൾ വളച്ചാൽ വളയാം, പക്ഷെ വീണ്ടും നിവർന്ന് നിൽക്കണം. അവർക്കാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള വിശ്വാസങ്ങളാണ്. അതുകൊണ്ട് നടക്കുന്നില്ലെങ്കിൽ നിശ്ചിതമായി സ്വയം അവനവനോട് ചോദിക്കൂ, വിമർശിക്കൂ, എന്തേ നടക്കുന്നില്ല, നീ എന്താ ചിന്തിക്കുന്നത് എന്ന് സ്വന്തം ഉള്ളിനോട് ചോദിക്കുക. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും സ്വന്തം ഉള്ളിനോട് ചോദിച്ചു നോക്ക്, നീ ഇപ്പം എന്താ ചിന്തിക്കുന്നത്? വേറെ ആരോടുമില്ല, സ്വയം അവനവനോട് ചോദിക്കുക, നീ ഇപ്പം എന്താ ചിന്തിക്കുന്നത്?
അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യൂ മൈൻഡിനെ. എന്നിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തൂ. അതിന് വേണ്ടി പകരം പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്ത് ആ തോട്ട്സിൻ്റെ പ്ലാനിങ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിലെ തോട്ട്സിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത് പോസിറ്റീവ് തോട്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വിജയം നേടുന്നതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ സീക്രട്ട്. അതുകൊണ്ട് പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക ഏത് തോട്ട്സ് വേണമെന്ന്. അതിനുവേണ്ടി ഓരോ മണിക്കൂറിലും നിങ്ങൾ ചെക്ക് ചെയ്യുക, എഗെയിൻ ആൻഡ് എഗെയിൻ പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരുത്തിയാൽ നിങ്ങൾക്കും അക്കാര്യം നടന്നു കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. നടക്കുന്നില്ലെങ്കിൽ അത് നടക്കാത്തത് കൊണ്ടല്ല, നമ്മുടെ ഉള്ളതിനെ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് കാര്യം തെറ്റായിട്ടല്ല, അത് എന്നിൽ അപ്ലിക്കേഷനിലാണ് പ്രോബ്ലം. അതുകൊണ്ട് നമ്മുടെ അപ്ലിക്കേഷനിൽ ഫുൾ പോസിറ്റീവ് ആക്കൂ. നമ്മളെന്തോ അത് നമ്മുടെ അടുത്തേക്ക് തന്നെ താൻ ഒഴുകി വരും. അതുകൊണ്ട് നമ്മളെ 100% പോസിറ്റീവ് ആക്കാം, എങ്കിൽ 100% സക്സസ് നമ്മളിലേക്ക് ഒഴുകി വരിക തന്നെ ചെയ്യും. നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.